അമ്മേ എനക്ക് വിശക്കുന്ന അമ്മേ ചോറുതാ. ആ മോളെ അമ്മിപ്പം വരെ ഒന്ന് അറിയട്ട്. അമ്മ ഞാൻ സഹായിക്കണ? വേണ്ട മോളെ ഇതിപ്പോ കഴിയും, നീ അത്തേക്ക് വെക്കും. എന്നാ ശരിയാ, വേം വരണേ. രണ്ടാളും വേഗം ചോറ് തിന്നു, നാളെ എക്സാം അല്ലേ, എന്നിട്ട് വേഗം പോയിരുന്ന് പഠിച്ചോ. പറയുമ്പോലെ അച്ഛനോടുത്ത അമ്മേ, രാവിലെ കാണുന്നില്ലല്ലോ, എവിടെ പോയിനി? അച്ഛന്റെ ഫ്രണ്ടിനെ കാണാൻ പോയതാ, ഒരു ജോലിക്കാര്യത്തിന് വേണ്ടിട്ട്. എന്നാ എപ്പം പുളങ്കറിയും ചോറല്ല, എപ്പം കുന്ന് ചിക്കൻ മേടിച്ചൂടെ? അത് മോനെ, അച്ഛന് 2 മാസമായിട്ട് ജോലിയില്ലല്ല. അച്ഛന് നല്ല ജോലി കിട്ടട്ട് എന്നിട്ട് നമുക്ക് എപ്പോ ചിക്കൻ വാങ്ങാം. എന്നാ പിന്നെ അച്ഛൻ വേഗം ജോലി ഇട്ടിട്ട് എന്നാ ദിവസവും ചിക്കൻ തിന്നാലാ. നല്ലോണം ലേറ്റ് ആയല്ലോ ഏട്ടാ, എന്തെങ്കിലും ഫുഡ് കഴിച്ചിനാ? ഇല്ലടി, ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഭയങ്കര ദാഹം. ഇപ്പൊ കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നാട്ടെ. ഞാൻ വെള്ളം എടുക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യ്, പോയിട്ടൊന്ന് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചോറ് എടുക്കാം. രാവിലെ ഒന്നും കഴിക്കാണ്ട് പോയതല്ലേ. ചോറെല്ലാം കഴിക്കണം, വിശപ്പൊന്നുമില്ല. എന്തായി പോയ കാര്യം, ജോലി ശരിയായിനാ? ഇല്ലടി, ഒന്നും ആയിട്ടില്ല. ഓൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വല്ല പ്രതീക്ഷയൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ടാന്ന്, അതെല്ലാം ശരിയാവും. മടുത്തടി, ഒന്ന് വേണ്ടായെന്ന് തോന്നിപ്പോ. നിങ്ങളപ്പോൾ അന്ന് സമരത്തിന് വന്നവരെല്ലാം മാനേജറിനോട് സോറി പറഞ്ഞിട്ട് ജോലിയിൽ കയറിയില്ലേ? ഞാനൊന്ന് ആ മാനേജറെ കൊണ്ട് സംസാരിച്ചാലോ? 2 മാസമായിട്ട് വെറുതെ ഇരിക്കുന്നു, കയ്യിൽ പൈസ ഇല്ല. വേണ്ട, നിങ്ങൾ മാപ്പൊന്നും പറയണ്ട, ഞാൻ ഇപ്പോഴും നിങ്ങളെ ഭാഗത്ത് തന്നെയല്ലേ. ജോലിയെല്ലാം ശരിയാവുന്നു. വാ, ഒന്ന് ചോറ് കഴിച്ചാട്ടെ. അച്ഛാ, നമ്മുടെ സ്കൂളിൽ നിന്ന് ടൂറുണ്ട്, 2000 ഉറുപ്പ്യ എന്നൊന്ന് വിടുവാ? പിന്നെ ഒരു ടൂറ്, പരീക്ഷയിലെ മാർക്കെല്ലാം കുറവാണ്, ടൂറ് നമുക്ക് അടുത്ത പ്രാവശ്യം പോവാട്ടാ. അച്ഛാ പ്ലീസ് അച്ഛാ, ഒന്ന് വിട്, എല്ലാരും പോകുന്നുണ്ട്. എടി, ഓള് പോയിക്കോട്ടടി. സ്കൂളിൽ നിന്ന് എല്ലാവരും പോകുന്ന സമയത്ത് ഓക്ക് വിഷമം ഉണ്ടാവില്ലേ? മോളെ, ഓക്ക് പൈസ അച്ഛൻ തരാട്ടാ. താങ്ക് യു അച്ഛാ, നല്ല അച്ഛൻ. അല്ലേട്ടാ, ഇപ്പൊ ഈ കയ്യിൽ പൈസ ഇല്ല സമയത്ത് ഏട് നീ 2000 ഉറുപ്പ്യ കൊടുക്കുക? അറിയില്ലടി, മോളൊരാഗ്രഹമല്ലേ, പൈസ എങ്ങനെ ഉണ്ടാക്കാം, നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോ. എന്താ ഏട്ടനൊരു കാര്യം ചെയ്യും, തൽക്കാലം എൻ്റെ വള പണിയും വെക്ക്. നമ്മൾ അത്യാവശ്യമുള്ള കാര്യമെല്ലാം തീരുമല്ല, നമുക്ക് പിന്നെ നോക്കിയിട്ട് തിരിച്ചെടുക്കാം. ഏയ്, അതൊന്നും വേണ്ടടി. അല്ലെങ്കിൽ നിന്റെ കുറേ സ്വർണം ഈ വീട് പണിക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ പണയത്തിലല്ലേ, ഇനി അതിൻ്റെ കൂടെ ഇതും കൂടി ആകുമ്പോൾ വേണ്ട. വേറെ വഴിയുണ്ടോ നോക്കാം. മോളെ സുഖല്ലേ? ഞാൻ വിളിച്ചതേ, ഞാൻ ഇന്നലെ അനീഷിൻ്റെ ഫ്രണ്ട് അജിത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓൻ പറഞ്ഞു അനീഷിൻ്റെ ജോലി 2 മാസമായിട്ട് പോയിട്ടേ ഉള്ളതെന്ന്, വെറുതെ നടക്കുകയെന്ന് പറഞ്ഞാൽ ശരിയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ്. അതെ അച്ഛാ, അച്ഛനും അമ്മേനെയും വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ പറയാണ്ടിരുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല, വേറെ ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്, ഉടനെ ശരിയായിക്കോളൂ. ഏതായാലും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ബാക്കി നേരിട്ട് സംസാരിക്കാം. ഇതെന്നാടാ, ഇതാരാ കൊണ്ടുവന്ന നീ? അച്ചായിന്ന് അച്ചാച്ചൻ വന്ന് നീ അച്ചാച്ചൻ കൊണ്ടുവന്നെയാണ്. ഏട്ടാ, ഇന്ന് അച്ഛൻ വന്നിനി, നിങ്ങളെ ജോലി പോയ കാര്യമെല്ലാം അച്ഛൻ അറിഞ്ഞു. മോശമായി പോയല്ലോ. പിന്നെ എന്താ? അച്ഛൻ കുറച്ച് പൈസ വെച്ചിട്ടാ പോയെ. നീ എന്തിനത് വാങ്ങിച്ചേ? ഞാൻ വേണ്ടാന്ന് പറഞ്ഞതായിരുന്നു, പക്ഷെ അച്ഛൻ സമ്മതിച്ചിട്ടില്ല. മോനകത്ത് പോയിക്കോട്ടോ. ഇപ്പം എല്ലാവരുടെ മുമ്പിലും ഞാനൊരു മോശക്കാരനായി മാറിയല്ലേ. എന്താ ഏട്ടാ, അങ്ങനെയൊന്നും പറയില്ല, ഞാൻ പറഞ്ഞില്ലല്ലേ ശരിയാവുന്നു. ഇല്ലടി, ഈ 2 മാസം ജോലി ഇല്ലാതിരുന്ന കാലത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, പണമില്ലാത്തവന് ഈ സമൂഹത്തിലൊരു വിലയുണ്ട്. അതിപ്പോൾ വീട്ടിലായാലും നാട്ടിലായാലും പണമാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം.